ഞങ്ങള് കായംകുളം ആനേടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അവിടുന്ന് ഞങ്ങളൊരു പുതിയൊരു ഷോർട്ട് ഫിലിം അല്ല, ചെറിയൊരു ടെലിഫിലിമാണ്. അതിൻ്റെ ഒരു ഷൂട്ടിംഗ് സംബന്ധമായിട്ട് വന്നതാണ്. അപ്പം ഈ വേള ഞങ്ങൾക്ക് ആ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു കലാകാരനെ കിട്ടി. അതെ, അദ്ദേഹം ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു അനൗൺസറാണ്, നല്ലൊരു ഗായകനാണ്, നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഒത്തുചേർന്ന ഒരു ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഞങ്ങളൊരു വലിയ സന്തോഷമായിട്ട് ഞങ്ങൾ കരുതുന്നുണ്ട്. അത് കൂടാതെ ഒരു കാര്യം കൂടി ഉണ്ട്. ഫ്ലവേഴ്സ് ചാനലിലൊക്കെ ഫേമസ് ആയി തിളങ്ങി നിൽക്കുന്ന ഒരു താരമായിരുന്നു ജെയ്സൺ സൂര്യനാട്. നമുക്കറിയാം, നമ്മൾ അന്ന് കണ്ടിട്ടില്ല, പക്ഷെ നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കാണാൻ പറ്റും നമ്മളൊരു ഭാഗ്യം അല്ലേ? കാണപ്പെടാനും പരിചയപ്പെടാനും കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിനോട് അല്ല, എനിക്കൊരു അഭിപ്രായമുണ്ട്. അദ്ദേഹത്തോട് നമ്മളിവിടെ വന്ന സ്ഥിതിക്ക്, നമ്മൾ കണ്ട സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മയിലുള്ളൊരു ഗാനം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയില്ല, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അല്ലേ? അല്ലേ, അത് ചെയ്യണ്ടേ? അത് ചെയ്യാൻ അല്ല, എനിക്ക് ഗാനം പാടാറില്ല, ഞാൻ കവിതകൾ പാടുന്നതാണ്. എനിക്ക് കവിതകൾ പാടാനാണ് ഇഷ്ടം. പുലരിയെ നോക്കും കമലസമാനം, പുലരിയെ നോക്കും കമലസമാനം, പാതി വിടന്ന നയനദ്വയങ്ങൾ നിർഭയമാരെയും തിരയുന്നല്ലോ, പറയൂ മകനേ ധരയോടകിലം, പറയൂ മകനേ ധരയോടകിലം. പുലരിയെ നോക്കും കമലസമാനം, പാതി വിടർന്ന നയനദ്വയങ്ങൾ നിർഭയമാരെയോ തിരയുന്നല്ലോ, പറയൂ മകനേ ധരയോടകിലം, പറയൂ മകനേ ധരയോടകിലം. ഇവിടെ ജനിച്ചവരൊക്കെയും ഇവിടെ ജീവിക്കേണ്ടവരല്ലേ, ഇവിടെ ജനിച്ചവരൊക്കെയും ഇവിടെ ജീവിക്കേണ്ടവരല്ലേ, ചൊല്ല് പറയൂ മകനേ ധരയോടകിലം, പറയൂ മകനേ ധരയോടകിലം. ഇവിടെ ജനിച്ചവരൊക്കെയും ഇവിടെ ജീവിക്കേണ്ടവരല്ലേ, ചൊല്ല് പറയൂ മകനേ ധരയോടകിലം. അവരുടെ കൈകളിൽ വിലങ്ങുകളിട്ടു തുറുങ്കിലടച്ചത് ശരിയോ തെറ്റോ, അവരുടെ കൈകളിൽ വിലങ്ങുകളിട്ടു തുറുങ്കിലടച്ചത് ശരിയോ തെറ്റോ. ശരിയും തെറ്റും പാറ്റിക്കൊഴിക്കാൻ ഉറവും പേറി വരുന്നവരറിയൂ, ശരിയും തെറ്റും പാറ്റിക്കൊഴിക്കാൻ മുറവും പേറി വരുന്നവരറിയൂ, ജനിച്ചത് ശരിയോ വളർന്നത് തെറ്റോ, ജനിച്ചത് ശരിയോ വളർന്നത് തെറ്റോ, അധ്വാനിച്ചതും അവരുടെ തെറ്റോ. അപ്പക്കുട്ടയ്ക്കപ്പുറമൊരു നെൽപ്പാടവരമ്പുകളുണ്ടെന്നറിയൂ, അപ്പക്കുട്ടയ്ക്കപ്പുറമൊരു നെൽപ്പാടവരമ്പുകളുണ്ടെന്നറിയൂ, വിയർപ്പുനാറിയ വികൃതരൂപികൾ വിളയിച്ചവയാണിവയൊക്കെ, വിയർപ്പുനാറിയ വികൃതരൂപികൾ വിളയിച്ചവയാണിവയൊക്കെ. അവരുടെ മോചന രണാങ്കണത്തിൽ ചിറകുകളറ്റൊരു കഴുമരത്തിൽ പിടഞ്ഞൊടുങ്ങിയ ജന്മങ്ങൾ, പിടഞ്ഞൊടുങ്ങിയ ജന്മങ്ങൾ. വളരെ സന്തോഷമായിട്ട് ഒരു ഗാനം പാടില്ല. പാട്ടൊന്നും അറിയത്തില്ല, പക്ഷെ കവിതയല്ല എനിക്കൊന്നും അറിയത്തില്ല. സത്യം അത് കഴിഞ്ഞ് നമ്മൾ പാടത്തില്ലേ. അല്ല, നേരത്തെ ഒരു വേറൊരു കാര്യം, ജയരാജ് വരികൾ നോക്കി പാടിക്കൊള്ളുന്നതിന് കുഴപ്പമില്ല. അതെങ്ങനെ സംഭവം അംഗീകരിച്ചിട്ടോ അല്ലേ?
അതുകൂടി കേട്ടിട്ട് നമുക്കിത് ആ, വൈദ്യം ചെയ്യാം. പിന്നെ എന്നിട്ട് ഇവിടെ നമ്മള് ഞാനായ നമ്പർ പ്രൈവറ്റായിട്ട് വിളിച്ചത് ഇതെടുക്കാനാ അല്ലല്ല, അല്ല അതൊന്ന് മാറ്റി കയറും